ആയി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് വന്നാൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ കൺട്രോൾസൊക്കെ കാണാത്തതായിരുന്നു. ഞാൻ കൺട്രോൾസ് ഹൈഡ് ചെയ്തിട്ടിരിക്കുമായിരുന്നു ഗൈസ്. അതായിരുന്നു ഗൈസ്. അപ്പോൾ ക്യാമറ ആംഗിൾ മാറ്റിയില്ല, മറന്നുപോയി ഗൈസ്. അപ്പോൾ ഈ വരുന്ന മാർച്ചിന് വല്ല ഞങ്ങൾ കുറേ വീഡിയോസ് ഇടാൻ മാക്സിമം നോക്കാം അല്ലേ ഹരീഷ്? പിന്നെ ഇതിൽ ഇപ്പോൾ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട്, ഫോഗ് മോഡും റെയിൻ മോഡൊക്കെ. ഫോഗ് മോഡ് വന്നോ? ഇല്ല, അത് റെയിനിലും കൂടെ ആഡ് ചെയ്തു, രണ്ടും കൂടി വന്നു. റെയിൻ മോഡിന് ഒരു ചീറ്റ് കോഡും കൂടെ ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല, ഹരീഷിന് മാത്രമേ അറിയുള്ളൂ. ഹരീഷ് ഇതിലത്തെ പ്രോ ആണ് തെളിയിച്ചിരിക്കുക. ഗൈസ്, ഇന്ന് നമ്മളൊരു സ്റ്റോറി വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. എടാ നീ അവിടെ, ഈ മോഹനവിടെ ഞാൻ കാണുന്നില്ല. മോഹനെ ലീവടാ. നീ വരുന്നാടാ? അങ്ങോട്ടാടാ, പുറത്തോട്ട് പോവായിരുന്നു. എന്നാൽ ശരി, വരാം. ഏതുകൊണ്ടിയാ? നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്നാണെങ്കിൽ വന്നിട്ടുണ്ടാ ചോദിച്ചു. ഞാൻ എപ്പോഴും ഫ്രീ അല്ല. എടാ, നിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്തു തരണം. മോഹനെ നീ മറന്നു പോയാ? എന്തോ എടാ, നീ ഇന്നലെ പറഞ്ഞില്ലേ എന്താണ്ട് ഗെയിമിംഗ് റൂമിൽ നിനക്ക് ഏതാണ്ട് ഗെയിം കളിച്ച് നോക്കണമെന്ന്. ഞാനത് ചെയ്തല്ലോ. ചെയ്താ? ബ്ലോക്സിൻ്റെ അല്ലേ? അല്ല, വേറെ ഏതാണ്ട് ഒരു ഗെയിം ഞാൻ പറഞ്ഞാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഫോൾ നൈറ്റ് അല്ലേ? എന്നാ നീ പോയി അത് കളിച്ചിട്ട് പോ. അല്ല, ഞാൻ കളിച്ചടാ. കളിച്ചതാ? നീ ഇപ്പോൾ താഴെ എന്തിനാ വന്ന? എൻ്റെ കൂടെ പോയി. നീ എന്തിനാ അങ്ങോട്ട് പോന്നു? ഇയല് പറഞ്ഞ് വരണ്ടാന്ന്. നീ കിടക്കാൻ പോവാണോ? ആ കിടക്കാന്ന് വിചാരിച്ചില്ല. വേണ്ട, നീ കിടന്നോ. നമുക്കിന്ന് രാത്രിയോ എപ്പോഴെങ്കിലും പോവാൻ പുറത്ത്, കേട്ടാ? ശരി ശരി, വൈകിട്ട് വാടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കിടന്നേ. ശരി, ഞാൻ പോകുന്നേ. സാരാൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടല്ലോ ഗൈസ്. ഒരു മിനിറ്റ്, ഇന്ന് എടുത്തിട്ട് സംസാരിക്കാം. ഗൈസ്, ഇത് ആരാണ്? ഒന്ന് എടുത്തു സംസാരിച്ച് നോക്കട്ടെ. ഹലോ, ഇതാരാണ്? ഹലോ, എനിക്ക് ഞാൻ ഒരു എന്തുവാ കൊള്ളക്കാരനാണ്. ഹലോ, ഇതാരാണ്? എനിക്ക് ഓക്കെ. ഹലോ, ഇതാരാണ്? ഞാൻ കൊള്ളക്കാരനാണ്. അപ്പോൾ ഇന്ന് തലവതി വിജയുടെ വീട്ടിലൊന്ന് വരണം. വരാവോ? വരാം. പറ്റിച്ചേ, ഇത് ഞാൻ തലവതി വിജയുടെ ബോഡി ഗാർഡാണ്. എനിക്ക് തോന്നി. അപ്പോൾ താൻ വരുവാ? തളപതി വിജയ് അവിടെ റെയിൽവേ സ്റ്റേഷനിലാണ്. വീട്ടിലെ അയാളെന്താ പിച്ചക്കാരൻ? അതല്ല, അയാളുടെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരണ്ടേ? അയാളുടെ സ്ഥലമോ? അയാൾ ഇവിടെ അല്ലടാ പൊട്ട. നല്ലടോ, അയാൾ തമിഴ് നടനല്ലേ? അപ്പോൾ ഇവിടെ അല്ലല്ലോ അയാളുടെ സ്ഥലം. അയാളിപ്പോൾ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ എവിടെയാ പിക്ക് ചെയ്യാൻ പറയട്ടെ? പിക്ക് ചെയ്യാനോ? അയാളെന്താ വല്ല ഓട്ടോ? അല്ല, ഇന്ന് എന്ത് സംഭവം? തളപതി വിജയോട് വന്നിട്ട് എന്തോ ചെയ്യുന്നു? കോൺസേർട്ടാണോ? കോൺസേർട്ടാണ്. എന്തുവാ ഇത് നിനക്കറിയത്തില്ലേ? എന്തിനാ വിജയ് ഇപ്പോൾ വന്ന ഇവിടെ? അയാൾക്ക് ബോറടിച്ചത് കാരണം ആരുടെയും സംസാരിക്കാൻ. വാ. എവിടെയാ വരണ്ടേ? ഷോറൂമിൻ്റെ അവിടെ വാ, ഞങ്ങൾ പോയിക്കോളാം. ഷോറൂമിൻ്റെ അവിടെ? അല്ലാണ്ട് പിന്നെ എവിടെ? ഓക്കെ, എന്നാൽ അവിടെ വരാം. ഓക്കെ ശരി. ലക്ഷറി കാറും കൂടെ മേടിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ ശരി. ഓക്കെ, കട്ട് ചെയ്യും. ഓക്കെ ശരി. ഗൈസ്, അപ്പോഴത്തേക്കും ഇവിടെ മഴയായി ഗൈസ്. തളപതി വിജയ് ഷോറൂമിൻ്റെ പുറകിലുമല്ലോ എഴുതിയും. എന്താണെന്ന് വെച്ചാൽ അവിടെ കാറിലൊക്കെ അല്ലേ വന്നിറങ്ങുന്നത്. ഫാൻസിൻ്റെ ശല്യം വരാതിരിക്കുമ്പോൾ റെയിലും ഇങ്ങോട്ട് ഗൈസ് ഷോറൂമിൽ ഫോൺ അടിക്കാം. हर एपिसोड सबसे पहले
देखने के लिए पेज को फॉलो कर लो। हर एपिसोड യെസ് നമുക്കപ്പം തളപതി വിജയനെ അവിടുന്ന് നമുക്ക് തളപതി വിജയ് ഇവിടെ വന്നിട്ടില്ല. തളപതി വിജയ് വരുമ്പോൾ നമുക്ക് വന്നിട്ട് കാണാം ഗൈസ്. ഗൈസ് തളപതി വിജയ്ക്ക് ഇവിടെ എന്താണ്ടൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ഫ്ലാറ്റൊക്കെ പോലെ ഇരിക്കും ഗൈസ്. ഫ്ലാറ്റ് ഉണ്ട് ഗൈസ് ഇവിടെ ഈ സിറ്റിയിൽ. നമുക്ക് ഗൈസ് നമുക്ക് തളപതി വിജയ് ഇവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് സോറി, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഗൈസ്. തളപതി വിജയ് അല്ല, വിരാട് കോഹ്ലിയാണ് ഗൈസ്. ഗൈസ് അത് അതിൻ്റെ അകത്ത് അയാൾ പറഞ്ഞപ്പോൾ ഒന്നും ക്ലിയർ അല്ലായിരുന്നു, അതാണ് ഗൈസ് പറ്റിപ്പോയത്. അപ്പോൾ അയാൾ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അയാളുടെ ഫോണിൻ്റെ സ്പീക്കറിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അയാൾ പറഞ്ഞായിരുന്നു. ഓ വിരാട് കോഹ്ലി ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാൻ വണ്ടിയൊന്നും കൊണ്ടുപോകുന്നില്ലേ, ഇതെൻ്റെ വണ്ടിയാണ്. പക്ഷേ വിരാട് കോഹ്ലി എന്നെ കയറുമെന്നറിയത്തില്ല. ഞാൻ കയറും, പക്ഷെ ഈ വണ്ടി ഇരിക്കില്ല, അതുകൊണ്ട് കയറില്ല. ആ ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ഇവിടുന്ന് മേടിച്ചോട്ടെ. മേടിച്ചു തരാം, ഞാൻ മേടിച്ചു തരാം. വേണ്ടെന്നേ, ഞാൻ മേടിച്ചോളന്നേ. അല്ല, എൻ്റെ ഒരു ഉപകാരമാകട്ടെ. ആ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് മേടിച്ചിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഫെറാറി മേടിച്ചു ഗൈസ്. വിരാട് കോഹ്ലി സൈഡിലുണ്ട് ഗൈസ്. വിരാട് കോഹ്ലി സ്പീഡ് പേടിയില്ലല്ലോ? ഒട്ടും പേടിയില്ല. ഓക്കെ, നൈട്രോസ് ഇട്ട് പറപ്പിച്ചോ. ഓ അയ്യോ, ബ്രേക്ക് കാണുന്നില്ലേ? അതിന് ഇങ്ങോട്ടും തിരിക്കുന്നത്, നമ്മൾക്ക് ഫസ്റ്റ് മോഡിഫൈ ചെയ്യണം മോനെ. മോഡിഫൈ ചെയ്തും വേണ്ട വിരാട്. വിരാടോ? എന്താ എന്നെ ഫുൾ നെയിം വിളിക്കടാ. ആ കോഹ്ലി. ഇത് നിങ്ങളുടെ പേര് വിരാട് കോഹ്ലി എന്നല്ലേ? ഇപ്പൊ കറക്റ്റ്. നേരത്തെ വിരാട്ട് വെച്ചിട്ട് കുറേ നേരം ലോഡിങ് ചെയ്തു. കോഹ്ലിയാ? കോഹ്ലി കോലാണോ? കമ്പി കോലി. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന്. ഞാൻ സത്യത്തിലും വിരാട് കോഹ്ലി ടേബിളാണ്. ഒന്ന് പോടാ, ഒന്ന് പോടാ, നീ ഒന്ന് പോടാ. വിരാട് കോഹ്ലി, നമുക്കേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ, വണ്ടിയുടെ ഷോപ്പ്. എന്ത് എവിടെയായിരുന്നു ആ ഷോപ്പ്? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ആയി. വിരാട് കോഹ്ലി അതുകൊണ്ട് ഷോപ്പൊക്കെ എന്നാലും നമ്മൾ എത്തിയില്ലേ? അയ്യോ, ഓക്കെ. വിരാട് കോഹ്ലി എന്ത് ടൈപ്പ് മോഡിഫിക്കേഷൻ ചെയ്യണ്ട? നൈട്രോസ് മാത്രം. അയ്യോ സോറി, റെഡ് വന്നു. നൈട്രോസ് മാത്രം വെച്ചാൽ പിന്നെ സ്മോക്കും വേണമെങ്കിൽ മാറ്റിക്കോ, റിങ്ങും വേണമെങ്കിൽ മാറ്റിക്കോ. രണ്ടാമത്തെ റിങ് കളറ് ഗ്രീൻ പോരെ? ഗ്രീൻ ഇട്ടേക്കാന്നേ. സസ്പെൻഷൻ എന്തെങ്കിലും ഏറ്റവും താരം, അല്ലെങ്കിൽ ഈ കളർ മതിയോ കോഹ്ലി? ഏത് വേണമെങ്കിലും കേട്ടോ, എനിക്കൊരു പ്രശ്നം. ഇത് മതി. സസ്പെൻഷൻ നല്ല രീതിക്ക് താത്തിക്കും. എന്താന്ന് വെച്ചാൽ നല്ല ഡ്രിഫ്റ്റ് ആവുമല്ലോ, നൈസ് ലുക്ക് ആയില്ലേ. വിരാട് കോഹ്ലിക്ക് ഏതൊക്കെ വണ്ടിയാണുള്ളത്? എനിക്ക് ഇഷ്ടം പോലെ ഇല്ലേ. സ്റ്റിക്കേഴ്സ് ആണോ? ആ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തേക്കാന്നേ കോഹ്ലി. കോഹ്ലിയോ? വിരാട്. ഓ
അറിഞ്ഞൂടും. എത്തടോ വിരാടിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. താൻ പറയുന്ന കേട്ടാത്തൊന്നും വിരാടിന്നൊന്നും വിളിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. വിളിക്കാൻ ഏറ്റവും പാടില്ലാത്ത സാധനം വിരാട്. അതിനൊരു കുഴപ്പമില്ല. വിരാട് കോഹ്ലിന്ന് വിളിക്കാവോ? ആ എന്തോ ആടോ റെഡ് ഇട്ടോ? അല്ല ഗ്രീൻ ഇടാന്നേ. ഗ്രീനാ? എന്തിന്? ഗ്രീനായിരുന്നു നല്ലത്. ഓ നല്ല രീതിക്ക് പറക്കുന്നുണ്ട്. ഓയ്യോ ഇത് മതിയാ തനിക്ക്? ഇത് കുറച്ച് കൂടുതലായി പോയി തോന്നുന്നു. തനിക്ക് വിരാട് കോഹ്ലി അവനെ ഒന്ന് പറയാനോ? എന്ത് പറയാൻ? അവൻ നമ്മുടെ വണ്ടി കൊണ്ടിടിച്ച് ആർക്കന്നെ? എടാ പോടാ, വിരാട് കോഹ്ലി വരുന്ന വണ്ടി. അവന് സ്റ്റോപ്പ്. എടാ വിരാട് കോഹ്ലി വരുന്ന വണ്ടി നീ തടയുവാടാ. ഇനി വിരാട് കോഹ്ലി വരുന്ന വണ്ടി വണ്ടീന്ന് ഇറങ്ങടാ. അവനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഇടി അങ്ങ് വെച്ചു. അയ്യോ ഇതിലേതാ വണ്ടി? അവിടെ കിടക്കും. അതൊന്നും അല്ല വിരാട് കോഹ്ലി. അവനല്ലേ? എന്തായാലും നമുക്ക് പോവാം. അല്ലടാ അത് കുഴപ്പമില്ല. വിരാട് കോഹ്ലി വിരാട് കോഹ്ലി അത് എൻ്റെ അബദ്ധമായിരുന്നു. സോറി. അല്ല നിന്റെ അബദ്ധമല്ല, നീ എൻ്റെ ബോഡി ഗാർഡാ. അത് കാരണം ഞാൻ നിന്നെ ശിക്ഷിക്കില്ല. വിടടാ അവിടെ. ഈ ഓട്ടോക്കാരന് ഇടി അങ്ങ് കൊടുത്തേക്കാം. നിന്നെ ഞാൻ ഇടിച്ചു കൊല്ലും. ഈ ട്രാക്ടർ നമുക്ക് ഇവിടുന്ന് പറപ്പിക്കാം. ഒരു ട്രാക്ടറിനെ ഇടിച്ചിട്ടെങ്കിൽ എനിക്ക് സുഖം വരില്ല. അവിടെ ഒരു ട്രാക്ടറിനെ നോക്കിയിടി. നിങ്ങളൊരു ഡ്രിഫ്റ്റ് പോലും അടിക്കാൻ സമ്മതിക്കത്തില്ല. ഇല്ല, എനിക്ക് ട്രാക്ടറിനെ എങ്ങനെ പിടിക്കണം? ബൈക്കിനെ അടിച്ചു. ഒരു നൈട്രോസ് ഇടാൻ മോനെ ദിനേശ. വിരാട് കോഹ്ലി ഇതാണ് എൻ്റെ വീട്. അയ്യേ എന്താണോ ഇത് ലക്ഷറി വീടാ. അപ്പളാ അയ്യേ കണ്ടാ തന്നെ പറയും ഒരു പൂവാറ് വീടാന്ന്. എടോ ഗാരേജ് എന്റെ ഗെയിമിംഗ് സെറ്റപ്പ് താൻ കണ്ടിട്ടില്ലല്ലോ. അയ്യേ പൂവാറ് 1 മില്യൺ എതറിയാണോ? 1 മില്യൺ പോലെ വീടിന് ഡോറ് പോലും ഇല്ല. അപ്പൊ ഗൈസ് നമ്മള് വിരാട് കോഹ്ലിനെ കൊണ്ട് വീട്ടിൽ വന്നു. ഗൈസ് വിരാട് കോഹ്ലിക്ക് ഭ്രാന്തുണ്ട് ലേശം. ഈ ഭ്രാന്തിനെ പൂവാറാന്ന് വിചാരിച്ചാണ് പറയുന്നത്. शरद मल्होत्रा ने भी എന്തോ നീ ചെയ്യുന്നേ? शूट किया था पर उनका डेट इशू था. करण सिंह വീട്ടിൽ കയറണ്ടേ? വീട്ടിൽ കയറണ്ട, और करण നാട്ടിൽ सिंह കയറ. का मॉक शूट भी हो गया था. നാട്ടിപ്പാടാ. किसी वजह से वो शो का हिस्सा नहीं बने. തന്നെ ഉണ്ടല്ലോ. ശരിയാക്കി തരാം. ഫുൾ സ്പീഡ് കേട്ടോ, പേടിക്കില്ല ഞാൻ. ഇത് തകരം തന്നെ ഉണ്ടായത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടോ. അത് പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരെ വിടാൻ പറ്റുമോ? വിടാൻ പറ്റും. ഒരു ഭ്രാന്തനെ വിരാട് കോഹ്ലി തന്നെ താങ്കള്. ഞാൻ നല്ല വിരാട് കോഹ്ലി. നല്ല വിരാട് കോഹ്ലികളാ. നല്ല സ്പീഡിൽ പോയിക്കോളാൻ പറഞ്ഞു. കുറച്ചും കൂടെ സ്പീഡിൽ ആക്കണം. താനെ പോളോ. പോലീസിനെ ലോസ്റ്റാക്കി. എങ്ങനെ ലോസ്റ്റാക്കി. താങ്കൾ നേരത്തെ പറഞ്ഞ ട്രാക്ടറിന്റെ ഒന്നുകൂടെ ഇടി. ഈ പൊന്നെ സ്വിഫ്റ്റിനെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ സ്വിഫ്റ്റ് ഡ്രിഫ്റ്റ് ഞാൻ കണ്ടില്ല. ഒന്നുകൂടെ ഇടി. അതിന്റെ ബോഗി പോയി ഇടി. ഡ്രിഫ്റ്റ് സൈക്കിളുകാരൻ പോയി. ഇയാളെ കിട്ടത്തില്ല. ഒരു വിരാട് കോഹ്ലി സൈക്കിളുകാരനെ ഇടിച്ചോട്ടെ. നൈട്രോസിന് പാറപ്പിക്കണം.
വിരാട് കോഹ്ലിയാണ് ഞാൻ എന്തുകൊണ്ടോ ചെയ്യും. ഗൈസ് ഈ വിരാട് കോഹ്ലി ഉണ്ടല്ലോ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈവിൾ വിരാട് കോഹ്ലിയാണ്. ഓ പിന്നെ താൻ അയാളുടെ ഈവിൾ വിരാട് കോഹ്ലി അത് ഓടും. ഒരു ബൈക്കിനെ കൂടെ ഇടിക്കടാ. ബൈക്കിനെ ഇടിക്കാൻ എനിക്ക് ഭ്രാന്തില്ലടോ. ഭ്രാന്തിലേക്ക് എന്താ വട്ടുണ്ടല്ലോ, ഒരു ലേശം കൂടുതലുണ്ട് എൻ്റെ കാത്തി. വിരാട് കോഹ്ലി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ? ആ പക്ഷെ എനിക്ക് ഈ വണ്ടി അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾക്ക് ഈ വണ്ടി വെള്ളത്തിൽ മുക്കിയാലോ? വേറെ ദിവസം നമുക്ക് എടാ നമ്മൾക്ക് എന്തായാലും ബൈക്ക് വെള്ളത്തിൽ മുക്കിക്കോ അല്ലേ? അതൊരു നല്ല ഐഡിയ അല്ലേ? തൻ്റെ ബൈക്ക് എൻ്റെ ബൈക്കല്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരുടെ ബൈക്കല്ലേ. നീ എൻ്റെ കൂട്ടുകാരനല്ലേ, എടുക്കടാ ബൈക്ക് എന്നിട്ട് കളയടാ. പിന്നെ കളയാൻ എനിക്ക് വട്ടല്ലേടോ. തന്നെ വരൂടാ തിരിച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലും സാധിക്കാം. അടാ ആക്സിലേഷൻ അങ്ങ് കൊടുത്ത് ആ കത്തൽ അങ്ങ് കാണിച്ചു കൊടുത്ത സാധിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ? ആണോ അവിടെ? ഇല്ല, ഒരു ഡ്രിഫ്റ്റും കൂടെ ചെയ്യാം. സാധിക്കാം. നമുക്ക് വൈൻഡപ്പ് പറഞ്ഞിട്ട് വാ. വിരാട് കോഹ്ലി ഇറക്കി അല്ല നമുക്ക് ഗൈസ് നമുക്കപ്പോൾ വീഡിയോ ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ സാധിക്കാം? അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൾ ഇറ്റാലിയൻ നോട്ടിഫിക്കേഷൻസ് കിട്ടും ഗൈസ്. പിന്നെ ഒരു കാര്യം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫണ്ണിയായിരുന്നു ഗൈസ്. അപ്പോൾ ഫണ്ണിയാണോ അൺഫണ്ണിയാണോ നിങ്ങൾ ഗൈസ്? അല്ലെങ്കിൽ നമുക്ക് ഇനി ഫണ്ണി വീഡിയോസ് നിർത്തി നോർമൽ വീഡിയോസ് ചെയ്താലോ? ചില ടൈംസ് നമുക്ക് സീരിയസ് വീഡിയോസ് ചെയ്യാം, ചില ടൈംസ് കോമഡി വീഡിയോസ് ചെയ്യാം. ഗൈസ് നമുക്കൊരു ദിവസം വെബ് സീരീസ് ചെയ്യാം. ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെബ് സീരീസ് സാധിക്ക് തുടങ്ങിയായിരുന്നു ഗൈസ്. നാളെ ചിലപ്പോൾ പറ്റുമെങ്കിൽ ഒരു സീരിയൽ വീഡിയോ കാണും. സൺഡേ ഗൈസ്, ചിലപ്പോൾ സൺഡേ ഒരു സീരിയൽ വീഡിയോ അല്ലെങ്കിൽ ഗൈസ് അല്ലെങ്കിൽ സാറ്റർഡേ ഒരു സീരിയൽ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Stay tuned. Goodbye. അപ്പോൾ നമ്മൾ റോൾ ബ്ലോക്ക് വീഡിയോസ് ഒക്കെ ഇടുന്നതും സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.